ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസ് ക്വിസാണ്. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം ഗസ് ചെയ്ത് നോക്കൂ. ആരാണ് അറിയാമോ? ഉത്തരം വരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? പിണറായി വിജയൻ. കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. കേരളത്തിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം വരുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ. ആരാണ്? ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. ഓക്കെ. അടുത്തത്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യ രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യ രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്ത് നോക്കിക്കോളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് ഏതാണ്? ഉത്തരം വരുന്നത് 1951 ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടത്തിയത്. 1951 ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടത്തിയത്. ഓക്കെ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം സി ബാലകൃഷ്ണൻ. ആരാണ്? സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 6ാമത്തെ രാജ്യം ഏതാണ്? ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 6ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ്. ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 6ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഓക്കെ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരാണ്? 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം മമ്മൂട്ടിയാണ്. ഈയിടെയാണ് ഈ ഒരു പുരസ്കാരം അനൗൺസ് ചെയ്തത്. അപ്പോൾ 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മമ്മൂട്ടിയാണ്. ചിത്രം ഭ്രമയുഗം. ഓക്കെ. അടുത്ത ചോദ്യം. ഓപ്പറേഷൻ തൂഫാൻ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഓപ്പറേഷൻ തൂഫാൻ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മോഹൻലാൽ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ തൂഫാൻ ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ. ഓക്കെ. അടുത്ത ചോദ്യം. ആദ്യത്തെ സർക്കാർ നിയന്ത്രിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ സർക്കാർ നിയന്ത്രിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. കർണാടകയാണ്. അപ്പോൾ ആദ്യത്തെ സർക്കാർ നിയന്ത്രിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കിയാലോ. റാവത്ത് ഭട്ട അണുശക്തി നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
റാവത്ത് ബട്ട അണുശക്തി നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇതാണ്, രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലാണ് റാവത്ത് ബട്ട അണുശക്തി നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കിയാലോ, ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം വരുന്നത് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം നോക്കിക്കോളൂ, അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിദേശ വിനിമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന ധർമ്മം നിർവഹിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? വിദേശ വിനിമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന ധർമ്മം നിർവഹിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഉത്തരം വരുന്നത് RBI. അപ്പോൾ വിദേശ വിനിമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന ധർമ്മം നിർവഹിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് RBI. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആസാം. ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. എന്നാൽ താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റൊരു രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. എന്നാൽ താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റൊരു രാജ്യം ഏതാണ്? ഉത്തരം ഈജിപ്ത്. ഇതാണ് ഈജിപ്തിൻ്റെ ദേശീയ പുഷ്പം എന്താണ്? താമരയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഏത് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഏത് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്? ഉത്തരം നിലമ്പൂർ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 1 രൂപ നോട്ടിൽ ആരുടെ കയ്യൊപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യയിലെ 1 രൂപ നോട്ടിൽ ആരുടെ കയ്യൊപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ധനകാര്യ സെക്രട്ടറിയുടെ. അപ്പോൾ ഇന്ത്യയിലെ 1 രൂപ നോട്ടിൽ ധനകാര്യ സെക്രട്ടറിയുടെ കയ്യൊപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴയാണ്. ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദിയാണ് കുന്തിപ്പുഴ. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു? കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകനാണ് കല്ലേൻ പൊക്കുടൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്ന വർഷമേത്?
മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1937. 1937 മഹാത്മാഗാന്ധി അവസാനമായി കേരളം സന്ദർശിച്ചത്. അപ്പോൾ ഓക്കെ ആണല്ലോ ഫ്രണ്ട്സ്. കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ക്വിസ് മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെ ഉത്തരം അറിയാമെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.